കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. ഓണാവധിക്ക് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കും. അറസ്റ്റ് തടഞ്ഞെങ്കിലും ചോദ്യം ചെയ്യാൻ തടസ്സമില്ല. തനിക്കെതിരെ ഉയർന്ന പരാതി വ്യാജമാണെന്നാണ് ലക്ഷ്മി മേനോൻ പറയുന്നത്. പരാതി കെട്ടിച്ചമച്ചതാണെന്നും IT ജീവനക്കാരൻ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്നും അസഭ്യം വിളിച്ചെന്നുമാണ് നടിയുടെ വാദം. കേസിൽ മൂന്നാം പ്രതിയായ നടി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തൻ്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച കേസാണിതെന്നും തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ഈ കേസ് വന്നതെന്നും ലക്ഷ്മി പറയുന്നു. പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല. എൻ്റെ ഭാഗത്തു നിന്നും പരാതിയിൽ പറയുന്ന തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ലക്ഷ്മി നൽകിയ വിശദീകരണം. ഈ പറയുന്ന പരാതിക്കാരൻ ബാറിൽ വെച്ച് തനിക്കെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശനം നടത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും ലക്ഷ്മി ആരോപിച്ചു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ കൂട്ടാളികളായ 3 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓണം അവധിക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി. അതുവരെ നടിയെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിലെ മൂന്നാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ. നിലവിൽ നടി ഒളിവിലാണെന്നാണ് സൂചന. കഴിഞ്ഞ 25-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ആലുവ സ്വദേശി അലിയാഷ സലീമാണ് പരാതി നൽകിയിരിക്കുന്നത്.